ഉറക്കം എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ഇത്താത്താടെ വീട്ടിലോട്ട് വരും. അപ്പോൾ രാവിലത്തെയും ഉച്ചക്കലത്തെയും രാത്രികളത്തെയും ഫുഡ് ഇത്താത്താടെ അവിടെ നിന്നാണ് കഴിക്കാറുള്ളത്. അപ്പം ഇന്നലത്തെ മീൻകറി എൻ്റെ ഉമ്മ ചൂടാക്കണേണ് അയില മാങ്ങിയിട്ട് വെച്ചത്. പിന്നെ രാവിലെ പുട്ടായിരുന്നു. പുട്ട് കഴിച്ചിട്ട് കുറേ നാളായി. അപ്പോൾ അതുകൊണ്ട് ഇന്ന് പുട്ടുണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ അടുക്കള എന്ന് പറഞ്ഞിട്ട് ഇതാണ്. അടുക്കളക്ക് ചെറിയൊരു ഭംഗിക്കുറവൊക്കെ ഉണ്ടാവും. കാരണം പഴയ മോഡൽ വീടാണ്. അപ്പോൾ അതുകൊണ്ടാണ് അടുക്കളക്ക് ചെറിയൊരു ഭംഗിക്കുറവൊക്കെ ഉണ്ടാവും. പിന്നെ കക്കയാണ് കറിക്ക് കിട്ടിയത്. പിന്നെ നല്ല വറുത്തരച്ചിട്ടുള്ള കടലക്കറിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് കറി ഉണ്ടാക്കുമ്പോഴും ചേർക്കേണ്ടതൊക്കെ ചേർത്ത് അതിൻ്റെതായ രീതിക്കാണ് എന്ത് കറി ഉണ്ടാക്കാറുള്ളത്. എളുപ്പപ്പണിക്കായിട്ട് ഒരു കറി കൂടി ഉണ്ടാക്കാറില്ല. അപ്പോൾ കടലക്കറി അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ നല്ലോണം പുട്ടും നല്ലോണം കടലക്കറിയൊക്കെ ഞാൻ ആവശ്യത്തിലേറെ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലത്തെ ഫുഡ് ഞാൻ കഴിക്കണത് ഒരു 10 മണി 10:30 നേരത്തേക്കാണ് ഞാൻ രാവിലത്തെ ഫുഡ് കഴിക്കണത്. കാരണം ഞാൻ ഉറങ്ങുമ്പോൾ ലേറ്റ് ആകും. അതുകൊണ്ട് എഴുന്നേൽക്കുമ്പോഴും ലേറ്റ് ആവാറുണ്ട്. അപ്പോൾ രാവിലത്തെ ഫുഡ് കുറച്ച് ലേറ്റ് ആയിട്ടാണ് കഴിക്കാറുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ പുറത്തിരുന്നിട്ടാണ് ഞാൻ ഫുഡ് കഴിച്ചത്. പിന്നെ എൻ്റെ ഉമ്മ ഉണ്ടാക്കി കക്ക റോസ്റ്റ് ഞാൻ അതിനിടയിൽ ഞാൻ എടുത്ത് ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഇത്താത്തക്ക് എപ്പോഴും എഴുത്ത് തന്നെയാണ്. എൻ്റെ ചെറുപ്പത്തിലെ മുതൽ എൻ്റെ ഇത്താത്ത ഫുൾ ടൈം എഴുത്തും പഠിപ്പും തന്നെയായിരുന്നു. ഞാനാണെന്നുണ്ടെങ്കിൽ ഒട്ടും എഴുതേയില്ല പഠിക്കുകയില്ല. എൻ്റെ ബുക്ക് എന്നൊക്കെ പറയാനായിട്ട് എൻ്റെ പേര് മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാൻ ഒട്ടും എഴുതാറില്ല. ഇത്താത്ത ഒരുപാട് നേരമൊക്കെ അങ്ങനെ എഴുതാറുണ്ട്. പിന്നെ ഞാൻ ഉച്ചയായപ്പോൾ കക്ക റോസ്റ്റും ചോറുമാണ് കഴിച്ചത്. മീൻകറിയുടെ ബാക്കിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കക്ക റോസ്റ്റ് കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാത്രം കൂട്ടി കഴിക്കാനേ തോന്നുള്ളൂ. എൻ്റെ മോന് തന്നെത്താനെയൊക്കെ ചോറ് വാരി കഴിക്കാറായി. ചില സമയത്തൊക്കെ എൻ്റെ ഇത്താത്ത വാരി കൊടുക്കാറുണ്ട്. ചില സമയത്തൊക്കെ അവൻ തന്നെത്താനെ കഴിക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ.